ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബഡ്ജറ്റ് ഡേയ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 5 വരെ. ഓൾറെഡി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാനത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടങ്ങിയ സമയത്ത് ആക്ച്വലി നമ്മുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൽ നിന്നും വലിയ രീതിക്ക് ഒരു ഓഫറും ഇല്ലായിരുന്നു. വലിയ രീതിക്ക് എന്നുള്ളതല്ല, ഒരു ഓഫറും ഇല്ലായിരുന്നു. നോർമൽ റേറ്റ് എത്രയാണോ അത് തന്നെയായിരുന്നു. പിന്നെ ബിഗ് ബഡ്ജറ്റ് ഡേയ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രോസറി, ഹോം കിച്ചൺ അപ്ലയൻസസ്, ഡ്രസ്സ്, കോസ്മെറ്റിക്സ് ഇതുപോലെ ഉള്ള പ്രോഡക്റ്റുകൾക്കാണ് ആക്ച്വലി കൂടുതൽ ഓഫർ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മേ ബി ഈ ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന് ഓഫർ ഇല്ലാത്തെന്ന് വിചാരിച്ചാണ്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് പ്രത്യേകിച്ച് ഇയർബഡ്സുകളിൽ ഓഫർ വന്നിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 1000, 1500, 2000, 2500 റേഞ്ചിൽ നമുക്ക് വാങ്ങിച്ചാൽ ബദ്ബാങ് ആകുന്ന കുറച്ച് ഇയർബഡ്സുകളാണ്. ഈ റേഞ്ചിൽ വേറെ ഇയർബഡ്സുകൾ ഇല്ല എന്നുള്ളതല്ല, അത്യാവശ്യം നല്ല രീതിക്ക് വേറെ ഇയർബഡ്സുകളുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ ഓഫർ ഉള്ളത് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് തന്നെ മേടിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എന്നാൽ നിങ്ങൾക്ക് കുറച്ച് പൈസ ലാഭത്തിന് മേടിക്കണമെങ്കിൽ ഇതൊക്കെ അത്യാവശ്യം നല്ലൊരു ഡീലാണ്. ഈ ഒരു ബിഗ് ബഡ്ജറ്റ് ഡേയ്സിൽ ബിഗ് ബില്യൺ ഡേയ്സ് വരാൻ പോവുകയാണ്. അതിന് മുന്നേ ഒരു ചിലപ്പോൾ ബിഗ് സേവിംഗ് ഡേയ്സും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മേടിക്കണമെന്ന് നിർബന്ധിച്ച് ഞാൻ അങ്ങോട്ട് പറയത്തില്ല. ഒന്ന് വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ ഇതിനേക്കാളും കാശ് കുറച്ച് നമുക്ക് ഓരോ പ്രോഡക്റ്റുകളും, ഞാൻ ഈ പറയുന്ന പ്രോഡക്റ്റുകളൊക്കെ തന്നെ വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാം. ഇയർബഡ്സുകളുടെ ഒക്കെ തന്നെ കേസ് കവർ ദീപ് സ്റ്റോൾ വന്നാൽ അവിടെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ലാഭത്തോട് കൂടിയിട്ട് തന്നെ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ മേടിക്കാൻ സാധിക്കും. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക ദീപ് സ്റ്റോർ. അപ്പോൾ 1000 രൂപയ്ക്ക് നമുക്ക് വാങ്ങിച്ച ബദ്ബാങ് ആകുന്ന ഇയർബഡ്സുകൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പറയാൻ പറ്റുന്നത് ബോട്ട് എയർഡോപ്സ് 161 പുതിയ 50 മണിക്കൂർ കിട്ടുന്ന ടോട്ടൽ പ്ലേറ്റും കിട്ടുന്ന പ്രോഡക്റ്റ് ആണ്. 1099 രൂപയാണ് നോർമൽ റേറ്റ് കുറച്ച് നാളായിട്ട്. എന്നാൽ ഇപ്പോൾ നമുക്ക് 999 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. ഉറപ്പായിട്ടും 161 എന്ന് പറയുമ്പോഴത്തേക്ക് പുതിയ 161 കുറച്ച് ആ ഒരു ഡിസൈനിൽ വ്യത്യാസമുണ്ട്. കൂടാതെ നമുക്ക് ഇതിനകത്ത് ബീസ്റ്റ് മോഡ് ഉണ്ട്. അതാണ് ഇതിൽ എടുത്തു പറയേണ്ട ആദ്യത്തെ സവിശേഷത. കൂടാതെ എയർഡോപ്സ് 131 ഓർ എയർഡോപ്സ് ആൽഫ ഈ രണ്ട് പ്രോഡക്റ്റുകളിൽ ഏതെങ്കിലും ഹാഫ് ഇൻ ഇയർ വേണമെങ്കിൽ മേടിക്കാം. 131ന് 799 രൂപയും എയർഡോപ്സ് ആൽഫയ്ക്ക് 899 രൂപയാണ് ഇപ്പോൾ കാണുന്നത്. ആൽഫയിൽ നമുക്ക് ബീസ്റ്റ് മോഡ് ഉണ്ട്, മറ്റേലേക്ക് വരുമ്പോഴത്തേക്ക് ബീസ്റ്റ് മോഡില്ല. എന്നാൽ കംപ്ലൈന്റ് കുറച്ച് കുറവായിട്ടുള്ളത് ഈ 131 ആണ്. ആൽഫയിൽ കുറച്ച് കൂടുതൽ ആൾക്കാർ ഇങ്ങനെ കംപ്ലൈന്റുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഇപ്പോൾ ഗെയിമിംഗ് ഒന്നും ഇല്ലെങ്കിൽ 131 നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കൂടാതെ ബോൾട്ടിന്റെ Z40 1299 രൂപ നോർമൽ റേറ്റ്, എന്നാൽ ഇപ്പോൾ നമുക്ക് 999 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. കൂടാതെ ബോൾട്ടിന്റെ തന്നെ X50 നല്ലൊരു ഓപ്ഷനാണ്, 899 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. ഓൾറെഡി ഇതൊക്കെ തന്നെ എല്ലാം നമ്മുടെ ചാനലിൽ അൺബോക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് 1500 വരുവാണെങ്കിൽ 2 പ്രോഡക്റ്റുകൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത് രണ്ടും ബോട്ടിന് തന്നെയാണ്. ബോട്ട് എയർഡോപ്സ് സുപ്രീം 1499 പ്രോഡക്റ്റ് നമുക്ക് 1399 രൂപയ്ക്ക് കിട്ടും. ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി, അതുപോലെ തന്നെ ഇൻ ഇയർ ഡിറ്റക്ഷൻ, അങ്ങനെ എല്ലാം തന്നെ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു എയർഡോപ്സ് സുപ്രീം എന്ന് പറയുന്നത്. 1399 രൂപയ്ക്ക് നല്ലൊരു ഡീലാണ്. എന്നാൽ നോർമൽ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 1500 ആണ്. ഇനി അടുത്തത് ബോട്ട് എയർഡോപ്സ് 161 ANC Elite 1599, 1699 നോർമൽ റേറ്റ്, എന്നാൽ നമുക്കിപ്പോൾ 1399 രൂപയ്ക്ക് ലഭ്യമാകുന്നു. കൂടാതെ അണ്ടർ 2000 വരുവാണെങ്കിൽ ഒന്ന് ബോട്ട് നിർവ്വാണ അയോൺ ആണ്. നോർമലി നമുക്ക് 1699 രൂപയ്ക്കാണ് ഇപ്പോൾ പൊതുവെ കാണുന്നത്. എന്നാൽ ചില സമയത്ത് ഇപ്പോൾ 1999 പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അയോൺ പറഞ്ഞത്. ബേസ് ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് നല്ലൊരു ഓപ്ഷനാണ്. എന്നാൽ ചിലർക്ക് ഈ ഒരു വെയറിംഗ് കംഫർട്ട് ഇഷ്യൂ ഈ ഒരു നിർവ്വാണ അയോണിൽ കണ്ടുവരുന്നുണ്ട്. അതർവൈസ് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. കൂടാതെ ഓപ്പോ എൻകോ ബഡ്സ് 2 1799 രൂപയാണ് നോർമൽ റേറ്റ്, എന്നാൽ നമുക്കിപ്പോൾ 1599 രൂപയ്ക്ക് ലഭ്യമാകും. കഴിഞ്ഞ ഏതോ ഒരു ഓഫറിൽ 1299 സംതിങ് ഈ ഒരു ഓപ്പോ എൻകോ ബഡ്സ് 2 വന്നു എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇത് മേടിക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യമാണ് ഇപ്പോൾ മേടിച്ചാലേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് മേടിക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. കൂടാതെ അണ്ടർ 2500 വരുവാണെങ്കിൽ കുറേ അധികം ഇയർബഡ് ആക്ച്വലി ഉണ്ട് 2500, എന്നാൽ ഓഫറുകളൊന്നുമില്ല. ഇപ്പോൾ CMFI നത്തിങ് ബഡ്സ്, റിയൽമി T300, T310 ഇതൊക്കെ തന്നെ നല്ല പ്രോഡക്റ്റുകളാണ്. പക്ഷേ ഇതിനൊന്നും തന്നെ ഓഫർ ഇല്ല. എന്നാൽ ഇപ്പോൾ അത്യാവശ്യം ഓഫറുള്ള നമ്മുടെ ബോൾട്ടിന്റെ ക്ലാരിറ്റി 3 ആണ്. ഓൾറെഡി ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും എല്ലാം നല്ലതാണ്. മ്യൂസിക് ക്വാളിറ്റി ചെറിയൊരു മോണോ ഔട്ട്പുട്ട് ആണ് ആക്ച്വലി അവിടെ ഡോമിനേറ്റഡ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് കുഴപ്പമൊന്നുമില്ല. അതർവൈസ് ചിലപ്പോൾ അതൊരു ഇഷ്യൂ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. കൂടാതെ 50 dB ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ അതിനകത്തുണ്ട്. സോ 2199 നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ബോൾട്ട് ക്ലാരിറ്റി 3. ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ലെങ്കിൽ ഉറപ്പായിട്ടും പോയിട്ട് അങ്ങോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടാനും ചാൻസ് ഉണ്ട്. ബ്രാൻഡ് ന്യൂ പ്രോഡക്റ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ക്ലാരിറ്റി 3 എത്താൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ബിഗ് ബഡ്ജറ്റ് ഡേയ്സിൽ നമുക്ക് വാങ്ങിച്ച ബദ്ബാങ് ആകുന്ന കുറച്ച് ഇയർബഡ്സുകളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഉദ്ദേശിച്ച ബ്രാൻഡ്, നിങ്ങൾ ഉദ്ദേശിച്ച മോഡൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളൂ അതിന്റെ അഭിപ്രായം ഞാൻ വീഡിയോയുടെ കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്താം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്ക് ആയിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും, കൂടാതെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ വരയ്ക്കും. ബൈ.